പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ചർച്ചയാകാം എന്നാണ് ഇപ്പോൾ ഭരണപക്ഷത്തിൻ്റെ നിലപാട്. ലോക്സഭയിൽ ഇന്ന് ചർച്ച നടക്കും, നാളെ രാജ്യസഭയിൽ നടക്കും. ഇത് ഒന്നും ഒളിക്കാനില്ല എന്നുള്ള സർക്കാരിൻ്റെ നിലപാടാണോ, അതോ പ്രതിപക്ഷത്തിൻ്റെ ഒരു ആവശ്യം അംഗീകരിച്ചു എന്ന നിലയിൽ പ്രതിപക്ഷത്തിൻ്റെ വിജയമാണോ? അത് രണ്ടും കൂടി ചേർന്നതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് രണ്ടും ജനാധിപത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ജനാധിപത്യത്തിൻ്റെ ജനകീയമായ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് അവകാശമുണ്ട്. പക്ഷേ അത് സാധാരണഗതിയിൽ ഒരു പാർലമെൻ്ററി സെഷൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതൊരു ചർച്ച അനുവദിച്ചാൽ തീർന്നു. അത് പ്രതിപക്ഷത്തിന് പറയാനുള്ളത് എന്തും പറയാനുള്ളതൊക്കെ പാർലമെൻറ്റിൽ പറയുന്നു, പാർലമെൻ്ററി രേഖകളിൽ വരുന്നു, ഔദ്യോഗികമായി ഗവൺമെൻറ് പറയാനുള്ള മറുപടിയും പറയുന്നു. ഇത് രണ്ടും ജനങ്ങൾക്കുള്ള റെക്കോർഡായി കഴിഞ്ഞാൽ, പബ്ലിക് റെക്കോർഡ് ഡോക്യുമെൻ്റ് ആയി കഴിഞ്ഞാൽ അതിലപ്പുറത്ത് പിന്നെ അതിൽ കൃത്യതയ്ക്ക് ആവശ്യമില്ല. അതാണല്ലോ അതിൻ്റെ ഒരു കാര്യം. അതുകൊണ്ട് അത് വ്യക്തമാണ്. പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിഷയത്തിൽ 2-3 കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. കേന്ദ്രത്തിലെ പ്രതിപക്ഷം, കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷം തുടക്കത്തിലെടുത്ത നിലപാട് ക്രിയാത്മകമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ ഒരു യുദ്ധമാണ്. യുദ്ധകാലാവസ്ഥയിൽ ഒരു രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കേണ്ട ഒരു പെരുമാറ്റച്ചട്ടമുണ്ട്. ജനങ്ങൾക്ക് പൊതുവെ, പൗരന്മാർക്കും അത് ബാധകമാണ്. എൻ്റെ രാജ്യം എൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി, എൻ്റെ കൂടി സുരക്ഷയ്ക്ക് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് ഭരണകൂടത്തിൻ്റെ നയങ്ങളെ ചോദ്യം ചെയ്യേണ്ട നേരമല്ല. ആ യുദ്ധത്തിൻ്റെ തലേന്നും പിറ്റേന്നും നമുക്ക് വേണമെങ്കിൽ ഗവൺമെൻറ്റിനോട് കലഹിക്കാം, തർക്കിക്കാം. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് സുതാര്യമല്ല, ഇത് ഭരണകൂടം തന്നെ നിർമ്മിച്ചതാണോ ഈ ഭീകരപ്രവർത്തനം, എന്തുകൊണ്ട് പ്രധാനമന്ത്രിക്ക് മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ ആവശ്യമായ സുരക്ഷ പെഹൽഗാമിൽ ഏർപ്പെടുത്തിയില്ല, തുടങ്ങിയ ചോദ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ ചോദ്യങ്ങൾ ഉയർത്തിയത് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം സംശയാസ്പദമാണ്. അത്തരത്തിൽ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വാദമുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്രതിപക്ഷം അന്ന് ഉയർത്തിയത് ഒരു യുദ്ധകാലാവസ്ഥയിലെ രാഷ്ട്രീയ ധാർമ്മികതയാണോ എന്ന് അവർ പരിശോധിക്കേണ്ടതുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, എൻ്റെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിലും നമ്മളൊക്കെ കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന നിരീക്ഷണങ്ങളിലും ഒരു യുദ്ധകാലത്തും ഇത്തരത്തിൽ നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചിട്ടില്ല. ആകെ ഉണ്ടായിരുന്നത് 62-ലെ ചൈനീസ് യുദ്ധകാലത്ത് നിവൃത്തികേട് കൊണ്ടാണ്. ചൈനീസ് യുദ്ധകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു നിലപാട്, കാരണം അന്ന് ആഗോള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോക സോഷ്യലിസ്റ്റ് ചേരി ലോകത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ ചൈനയും അന്ന് ആ ചേരിയിലാണ്. അപ്പോൾ ചൈന വന്ന് ഇന്ത്യയെ ആക്രമിക്കുന്നത്. സത്യത്തിൽ അന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ച നിലപാടെന്താ, ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും പറയുന്ന ഒരു നിലപാടെടുത്തു എന്നും പറയുന്ന ഭൂമി. അങ്ങനെ ഒരു നിലപാടില്ലല്ലോ. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരുടെ കൂടെ നിൽക്കേണ്ട ആ സമയത്ത്? യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയുടെ ഭൂമിയാണ്. പറയേണ്ടത് എന്താ, നിങ്ങൾ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് ലോക സോഷ്യലിസ്റ്റ് ചേരി, നിങ്ങൾ അധിനിവേശത്തിനെതിരാണ്. അങ്ങനെയാണല്ലോ നയം. അങ്ങനെ നിലപാടെടുത്തവർ രണ്ടും രണ്ട് പക്ഷമായി പോയല്ലോ. ആണ്, അത് രണ്ടായി. ഞാൻ പറയുന്നത് അതിൻ്റെ കൂടി തുടർച്ചയാണല്ലോ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത്. വലിയ അബദ്ധമായിരുന്നില്ല അത്. പിന്നീട് CPM-ഉം CPI-യും പലതവണ ആവർത്തിച്ച് തിരിച്ചറിഞ്ഞു, ഏറ്റുപറഞ്ഞു അബദ്ധമായിരുന്നു അത്. ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ചുള്ള നിലപാടിൽ ഇതേ തിരുത്തൽ വരുത്തി. ഒന്നാലോചിച്ച് നോക്കൂ, ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അപ്പുറത്ത് ഫാസിസവും അവരാണല്ലോ ന്യായം. എന്താ, ഈ മുസോളിനിയും ഹിറ്റ്ലറും രണ്ട് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായി ബ്രിട്ടൻ പൊരുതുന്നത് കൊണ്ട് ആലോചിച്ച് നോക്കൂ, ഈ സോവിയറ്റ് യൂണിയൻ ഒരു ഘട്ടം വരെ ബ്രിട്ടൻ്റെ പക്ഷത്ത് ചേർന്ന് യുദ്ധം ചെയ്തു ഒരു ഘട്ടം വരെ. പിന്നെ ഒരു ഘട്ടത്തിൽ ഈ സോവിയറ്റ് യൂണിയനെ കയറി ആക്രമിച്ചപ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ബ്രിട്ടനെതിരായി. അങ്ങനെയുള്ള നയങ്ങൾക്കൊക്കെ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ യുദ്ധകാലാവസ്ഥയിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന നിലപാട്. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ടല്ലോ, അതായത് സുരക്ഷാ വീഴ്ച, ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ പരാജയം, ഇതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ കാതൽ. അതിൽ പ്രസക്തി ഇല്ലേ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പ്രസക്തിയുണ്ട്. എന്തിനാണ് ഇന്ത്യയുടെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് പെഹൽഗാമിലെ 26 മനുഷ്യർ കൂട്ടക്കൊല ചെയ്യുന്നത് വരെ ചർച്ചയ്ക്ക് കാത്തിരിക്കുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷം? കാശ്മീർ അതിർത്തികളിൽ സുരക്ഷാ വീഴ്ചയുണ്ടോ? എന്താണ് ഒരു ദൗത്യ സംഘത്തിന്? കാശ്മീരിൽ കോൺഗ്രസ് ഉണ്ട്, കാശ്മീരിൽ UPA ഘടകകക്ഷികളുണ്ട്, നാഷണൽ കോൺഫറൻസ് അവിടെ ഭരിക്കുകയാണ്. അവിടെ സുരക്ഷാ വീഴ്ചയുണ്ടോ? അതിർത്തി ഭദ്രമാണോ? നുഴഞ്ഞുകയറ്റക്കാരുണ്ടോ? പാകിസ്ഥാന്റെ അതിർത്തി പ്രദേശത്ത് തീവ്രവാദികൾ തമ്പടിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാം കണ്ടെത്തിയല്ലോ. 9 കേന്ദ്രങ്ങൾ കണ്ടെത്തി, 9 കേന്ദ്രങ്ങളും ആക്രമിച്ചു, ഭീകരവാദികളുടെ പ്രധാനപ്പെട്ട തലവന്മാരെയൊക്കെ തകർത്തു.
അപ്പോൾ പാകിസ്ഥാൻ്റെ മറനീക്കി പുറത്തു വന്നു. ഈ പാകിസ്ഥാൻ്റെ എല്ലാ ആക്രമണങ്ങളുടെ ഒരു പൊതു സ്വഭാവം എന്താ അറിയോ? ഒരിക്കലും പാകിസ്ഥാൻ ജവാന്മാർ അവരുടെ യൂണിഫോം അണിഞ്ഞ് അവരുടെ ആയുധം എടുത്ത് വരില്ല. അവർ വരിക 2 തരമാണ് അവരുടെ തട്ടിപ്പ്. ഒന്ന്, കാശ്മീരിലെ ഇസ്ലാമിക ഭീകരവാദികളുടെ വേഷം അണിഞ്ഞിട്ട് സാക്ഷാൽ പാകിസ്ഥാൻ പട്ടാളക്കാർ വരും. എന്നാൽ എന്തായി? തോറ്റാൽ ഭീകരവാദികളുടെ കണക്കിലെഴുതാം, ജയിച്ചാലോ അത് പാകിസ്ഥാൻ്റേതാവുകയും ചെയ്യാം. വേറൊരു തട്ടിപ്പ് എന്താണെന്നറിയോ? അരുന്ധതി റോയിയെ പോലുള്ളവർ കൃത്യമായിട്ട് പലപ്പോഴും ഇത് എഴുതിയിട്ടുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇവർ നുഴഞ്ഞു കയറിയിട്ട് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ കുപ്പായം കാശ് കൊടുത്തും കൈക്കൂലി കൊടുത്തും കൈക്കലാക്കിയിട്ട്, എക്സ്ട്രാ യൂണിഫോം കൈക്കലാക്കിയിട്ട് ആ വേഷം അണിഞ്ഞിട്ട് വരിക. ആര്? പാകിസ്ഥാൻ പട്ടാളം. എന്നിട്ടോ കാശ്മീരിലെ പാവം ഇന്ത്യക്കാരെ ഉപദ്രവിക്കുക. ആരാ ഉപദ്രവിക്കുന്നത്? ഇന്ത്യൻ പട്ടാളം വന്ന് ഞങ്ങളെ ഉപദ്രവിക്കുന്നു എന്ന ഒരു ഫീൽ ഉണ്ടാക്കുക. എന്നിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിനെതിരായിട്ട് പാകിസ്ഥാൻ ഈ കാശ്മീർ ജനതയുടെ മനസ്സുണ്ടാക്കുക. ഈ മാതിരി തട്ടിപ്പുകളാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് തിരിച്ചറിയാൻ എളുപ്പമല്ല. കുറെ കൂടി ജാഗ്രത വേണം. സുരക്ഷാ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കണം. പക്ഷേ എപ്പോഴാണ് 26 സാധാരണക്കാരെ, നിരപരാധികളെ കൊന്നു, അതിന് തിരിച്ചടി നടത്താനൊരു രാജ്യം കഷ്ടപ്പെടുമ്പോൾ, അതും എങ്ങനെയുള്ള ആലോചിച്ച് നോക്കൂ. സോഫിയ ഖുറേഷിയും എന്താണ് അവരുടെ വ്യോമിക സിംഗും, ഒരാൾ കരസേനയിലെ കേണലാണ്, മറ്റേയാൾ വ്യോമസേനയിൽ, വ്യോമിക സിംഗും, അങ്ങനെയുള്ള 2 ഓപ്പറേഷൻ സിന്ദൂർ എന്നൊക്കെ പേര് കൊടുക്കുമ്പോൾ ഇന്ത്യയുടെ സിന്ദൂര തിലകമാണ് കാശ്മീർ. അതിനെ അപമാനിച്ചവരെ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറയുമ്പോൾ രണ്ട് ധീരന്മാരായ രണ്ട് വനിതകൾ, ഇന്ത്യയുടെ 2 ധീര വനിതകൾ നേതൃത്വം നൽകും. അതും ഇന്ത്യയുടെ ഒരു പ്ലൂരാലിറ്റി ആലോചിച്ച് നോക്കൂ. ഒരാൾ ഹിന്ദുവാണ്, ഒരാൾ മുസ്ലിമാണ്. അതാണല്ലോ ഇന്ത്യ എന്നാൽ പാകിസ്ഥാൻ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇതൊന്നും രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും മനസ്സിലാകുന്നില്ല. അവരിപ്പോഴും തിരക്കുന്നത് ഇന്ത്യക്ക് എത്ര സൈനിക വിമാനങ്ങൾ നഷ്ടമായി. ആരോപണത്തിന് അടിസ്ഥാനമുണ്ട്. ഇന്ത്യയുടെ സൈനിക മേധാവികൾ ചില സമയത്ത് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ അത് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അവർ ഈ സൈനിക വിമാനങ്ങൾ നഷ്ടമായോ ഇല്ലയോ അതൊരു സൈനിക രഹസ്യമാണ്, യുദ്ധരഹസ്യമാണ്, രാജ്യത്തിൻ്റെ പൊതു സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ്. അത് ഒരു പൊതു ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതിലൊരു അപക്വതയില്ലേ? അത് ചർച്ചയ്ക്ക് വിധേയമാക്കാം പ്രേമ. പക്ഷേ അപ്പോഴും എൻ്റെ കൺസേൺ ആ സമയമാണ്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് നഷ്ടമുണ്ടായി എന്നല്ല, നമ്മൾ എന്ത് നേട്ടം വരിച്ചു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. കാരണം നമ്മുടെ ജവാന്മാർക്ക് വീര്യം കൊടുക്കണം, നമ്മുടെ ജവാന്മാർക്ക് മൊറയിലും ബൂസ്റ്റ് ചെയ്യണം. ഇന്ത്യൻ ജനതയുടെ അഭിമാനം ആണ് സംരക്ഷിക്കേണ്ടത്. ആ സമയത്ത് അത് ചോദിക്കേണ്ടിയിരുന്നുവോ? ആ സമയമാണ് വളരെ പ്രധാനം. പക്ഷേ യുദ്ധം കഴിഞ്ഞിട്ട് സൈനിക മേധാവികൾ തന്നെ പറഞ്ഞു നമുക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ആർക്കാ യുദ്ധത്തിന് പോയാൽ നഷ്ടമില്ലാത്തത്? തല്ല് കൊടുക്കാൻ പോയാൽ ഉറപ്പല്ലേ കൊള്ളേണ്ടി വരും എന്നുള്ളത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ആരാണ്? അല്ലാതെ സ്വന്തം ജീവൻ പണയം വെച്ചിട്ടല്ലേ രാജ്യത്തിന് വേണ്ടി നമ്മുടെ ജവാന്മാരൊക്കെ പൊരുതിക്കൊണ്ട് സിനിമയിൽ നടക്കുമായിരിക്കും. സിനിമയല്ലോ ജീവിതം, ആലോചിച്ച് നോക്കൂ. അപ്പൊ ജവാന്മാരൊക്കെ പോകുന്നത് മരിക്കാൻ തയ്യാറായിട്ടാണ്. പക്ഷേ പലപ്പോഴും മരിക്കേണ്ടി വരാറില്ല. കുറച്ചു പേർക്ക് ജീവൻ കൊടുക്കേണ്ടി വരും, വളരെ കൂടുതൽ പേര് അപ്പുറത്ത് മരിക്കും, നമ്മൾ വലിയ വിജയം വരിക്കും. അങ്ങനെയല്ല യുദ്ധം. ആ സമയത്ത് ഇന്ത്യക്ക് എന്ത് നഷ്ടമുണ്ടായി എന്ന ചോദ്യം ഉണ്ടല്ലോ, അത് വില കുറഞ്ഞ സങ്കുചിതമായ പ്രതിപക്ഷ രാഷ്ട്രീയമാണ്. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ തൊട്ടതിനെയൊക്കെ സ്ഥാനത്തും അസ്ഥാനത്തും സമയം നോക്കാതെ കാലം നോക്കാതെ വിമർശിച്ചുകൊണ്ടേയിരിക്കുകയല്ല. ആ സമയത്തിനുള്ളൂ. ഇന്ന് ചർച്ച ഉന്നയിക്കാം. നമുക്ക് ആക്ച്വലി ഓപ്പറേഷൻ സിന്ദൂറിൽ എന്തൊക്കെ നഷ്ടമുണ്ടായി, എത്ര ആൾനാശമുണ്ടായി, എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു, എത്ര ആയുധങ്ങൾ നമുക്ക് നഷ്ടമായി, എത്ര പേര് അപ്പുറത്ത് കാഷ്വാലിറ്റീസ് ഉണ്ടായി, എത്ര പേരെ നമുക്ക് അവിടെ എത്ര സൈനികരെ കൊന്നു, എത്ര ഭീകരവാദികളെ കൊന്നു, അതിൻ്റെ കണക്കെടുപ്പിനൊരു സമയമുണ്ട്. അത് സമാധാന കാലത്താണ് സംവാദം, യുദ്ധകാലത്ത് പോരാട്ടമാണ്. ഈ വിദേശ നയത്തിലെ വീഴ്ചയെക്കുറിച്ചാണ് പ്രതിപക്ഷം പിന്നെ ഉന്നയിക്കുന്നത്. അതായത് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെടുന്നു അദ്ദേഹം ഇടപെട്ടിട്ടാണ് സമാധാന ചർച്ച അല്ലെങ്കിൽ സീസ് ഫയർ ഉണ്ടായതെന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് കൃത്യമായി നിഷേധിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ട്രംപിനോട് മോദി നേരിട്ട് സംസാരിച്ചു ഇക്കാര്യത്തിൽ, എന്നിട്ടും അതുകൊണ്ട് ബോധ്യമാകുന്നില്ല. അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. സത്യത്തിൽ അത് ട്രംപിനിട്ട് കൊടുക്കേണ്ട സമയത്ത് ഇന്ത്യ ഗവൺമെൻറ് പലതവണ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ട്രംപിനെ പോലെ വായിട്ടലക്കാനൊന്നൊരു രീതിയല്ലല്ലോ ഇന്ത്യ ഗവൺമെൻറ്, പ്രത്യേകിച്ച് മോദിയുടെയും ഒന്നൊരു രീതി അങ്ങനെയല്ല. പക്ഷേ ട്രംപ് പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് താരതമ്യേന എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. ട്രംപ് പറഞ്ഞാൽ കേൾക്കുന്നത് പാകിസ്ഥാനാണ്, ദുർബലന്മാരാണ്, അവർക്ക് ട്രംപിനോട് ചാരി നിന്നേ പറ്റുള്ളൂ. മാത്രമല്ല ചൈനയോടും ചാരി നിന്നേ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ട്രംപിനേക്കാൾ ശക്തമാണ് ചൈന. അതുകൊണ്ട് ചൈനയുടെ ആയുധങ്ങൾ കൊണ്ടാണ് നമ്മുടെ നെഞ്ചത്തേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചൈന പറഞ്ഞാൽ കണ്ണുരുട്ടിയാൽ ഇവർക്ക് കേൾക്കണം, അമേരിക്ക കണ്ണുരുട്ടിയാലും കേൾക്കണം. ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ ഗവൺമെൻറ് അന്നേ പറഞ്ഞിട്ടുണ്ട്. വളരെ സൗമ്യനാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ സാർ. വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ആരുടെയും ഉപദേശം വേണ്ട, ഇന്ത്യ സമാധാന പക്ഷത്ത് നിൽക്കും. എപ്പോഴും അങ്ങനെയാണ്. എനിക്ക് കാർഗിൽ യുദ്ധം ഓർമ്മയില്ലേ? കാർഗിലിൽ യുദ്ധം ഉണ്ടായേക്കും എപ്പോന്നറിയോ? 98 നമ്മൾ ആണവ പരീക്ഷണം നടത്തി.
അപ്പോൾ നമ്മളോട് മത്സരിക്കാൻ വേണ്ടി 2 പടക്കം പൊട്ടിച്ച് അവരും പരീക്ഷ നടത്തി പാകിസ്ഥാൻ. അതെ. ഇതൊരു യുദ്ധത്തിലേക്ക് പോയാൽ 2 രാജ്യങ്ങളും തമ്മിൽ ആണവായുധങ്ങൾ പ്രയോഗിച്ചാൽ സർവനാശം ഉണ്ടാകുമെന്ന് ആദ്യം തിരിച്ചറിഞ്ഞ ആൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിയാണ്. വാജ്പേയി നേരെ പാകിസ്ഥാനിലേക്ക് ചെന്നു. ലാഹോർ ഡിക്ലറേഷൻ ഓർമ്മയില്ലേ? ലാഹോറിൽ ചെന്നിട്ട് പറഞ്ഞു, ആയുധങ്ങൾ നല്ലതാണ്, ആണവായുധങ്ങൾ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, അത് ഏറ്റുമുട്ടി പരസ്പരം മനുഷ്യരെ കൊല്ലാനല്ല എന്ന കരാറിന് മുൻകൈ എടുക്കുന്ന ആരാണ്? ഇന്ത്യയാണ്. അവിടെ കരാറിലൊക്കെ ഒപ്പിട്ടു ആര്? പാകിസ്ഥാൻ. എന്നിട്ട് ഈ നുഴഞ്ഞുകയറ്റക്കാരെ കടത്തിവിട്ടു. ആര്? ഈ തീവ്രവാദികളെ കയറ്റിവിട്ടിട്ട് കാർഗിൽ കൈയേറാൻ വന്നു. നമ്മുടെ ലഡാക്ക് മലയുടെ കൊടുമുടികൾ കീഴടക്കാൻ വന്നു, തിരിച്ചടിച്ചു, വലിയ വിജയം ഉണ്ടായി. അതാണ് നമ്മുടെ കാർഗിൽ വിജയം. ഇന്നലെ കാർഗിൽ വിജയ ദിവസം കൂടിയായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ട് ഈ സമയത്ത് ഇവരുടെ ഈ നയവും നിലപാടും പ്രതിപക്ഷത്തിൻ്റെ, തീർച്ചയായിട്ടും ഭരണകക്ഷിയുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുക പ്രതിപക്ഷത്തിൻ്റെ പണിയാണ്. പക്ഷേ അത് എപ്പോൾ എന്നത് വളരെ പ്രധാനമാണ്. ഒരു രാഷ്ട്രത്തോട് എപ്പോഴാണ് സംവദിക്കേണ്ടത്, എപ്പോഴാണ് ഭരണകൂടത്തിൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കേണ്ടത്, അത് തന്ത്രപ്രധാനമായ ഒരു യുദ്ധം നടക്കുമ്പോഴല്ല. അക്കാര്യത്തിൽ പ്രതിപക്ഷം തിരിച്ചറിയുന്നതാണ് എൻ്റെ പ്രശ്നം. പിന്നെ ഈ ട്രംപിന് കൊടുക്കേണ്ടത് അന്നേ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പ്രതിപക്ഷത്തിന് ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഇനിയൊരു ചർച്ച കൂടി ആവട്ടെ. ഇപ്പോൾ ലോകം മുഴുക്കെ നടന്ന് ഇന്ത്യയുടെ ഡെലിഗേഷൻ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ഇത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്താ ബോധ്യപ്പെടുത്തിയത്? എന്തുകൊണ്ട് ഇന്ത്യക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നു, എന്നിട്ടും എന്തുകൊണ്ട് പാകിസ്ഥാൻ സൈന്യത്തെ നമ്മൾ ആക്രമിച്ചില്ല, എന്തുകൊണ്ട് പാകിസ്ഥാനിലെ സിവിലിയന്മാരെ ആക്രമിച്ചില്ല, പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ മാത്രമാണ് ഞങ്ങൾ തകർത്തത്. ഇന്ത്യൻ നിലപാട് വിശദീകരിച്ചു. 2, ട്രംപ് എന്നല്ല ആരും ഞങ്ങളോട് യുദ്ധം നിർത്താൻ വന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്കതിന് ആവശ്യമില്ല. ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്നും എപ്പോൾ നിർത്തേണ്ടതെന്നും. ഇത് ലോകം മുഴുവൻ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ട് ഇനി ഇന്ത്യൻ പാർലമെൻറ്റിനെ ബോധ്യപ്പെടുത്താൻ എന്താ ബുദ്ധിമുട്ട്? പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ, ഇന്ത്യ ഗവൺമെൻറ് അത് വിശദീകരിച്ചിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏതായാലും ഈ ചർച്ച നന്നായി എന്നാണ്. ഈ പാർലമെൻറ്റിൽ ഈ സമ്മേളനത്തിൽ ആ ചർച്ച അനിവാര്യമായിരുന്നു. അതിന് ഇന്ത്യ ഗവൺമെൻറ് വഴങ്ങിയതും അതിന് അവസരം കൊടുത്തതും ഏറ്റവും ജനാധിപത്യപരമായൊരു നല്ല മാതൃകയായിട്ട് വേണം നമുക്ക് കാണാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.